ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ സുമി മുബാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അടിപൊളി നല്ല മഴയൊക്കെ ആയിട്ടോ. അപ്പം മഴയൊക്കെ നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ടാവും, നനയാണ്ടൊക്കെ എല്ലാം കയറിയത് വിടണം കേട്ടോ നമ്മുടെ മക്കളെയൊക്കെ. അപ്പോൾ നമുക്ക് നാളെ വരാനിരിക്കുന്ന നാളെയല്ല, ഇന്നും കൂടെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് ഇന്ന് വരെയുള്ള പ്രൊമോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ അടുത്ത ആഴ്ചയിലെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കേട്ട് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും രാത്രി 8:30 നിങ്ങളുടെ സുമി മുബാസ് മനസ്സിൽ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതാണ്. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ സ്കിപ്പ് അടിക്കാണ്ടൊന്ന് കാണുക. നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് പ്രതീക്ഷിച്ചു കൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോവാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പര എനിക്ക് രാവിലെ 11:30 ഇടാൻ പറ്റിയില്ല, കാരണം പ്രൊമോ എനിക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയാലല്ലേ നമുക്കത് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറക്റ്റ് 2:30 ഇപ്പോൾ ഉച്ചയ്ക്കാണ് അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഒന്ന് കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് ഇനി വരാനിരിക്കുന്ന കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഒരാഴ്ചത്തെ വിശേഷമൊക്കെ കേൾക്കാം. അങ്ങനെ നമ്മുടെ സുധീഷ് നമ്മുടെ ഭാസ്കരനുമായിട്ടൊക്കെ, കാരണം വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ, അപ്പോൾ ഭാസ്കരൻ വിശന്നിട്ടൊക്കെ വന്ന് കുറച്ച് ചോറൊക്കെ എടുത്തിരുന്ന് ആർത്തിയോടെ ഇങ്ങനെ തിന്നെയാണ്. അങ്ങനെ ഇങ്ങനെ ആർത്തി കാണിക്കണം എന്തിന്, ആരെങ്കിലും ചോറ് എടുത്തുകൊണ്ട് പോകുമെന്നും പറഞ്ഞ് സുധീഷ് ഭാസ്കരൻ്റെ മെക്കിട്ട് കയറാണ്. ഭാസ്കരൻ പറഞ്ഞ് നിനക്കത് കാണാൻ പറ്റില്ലെങ്കിൽ നീ ഇറങ്ങി പോടാന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നമ്മുടെ സുധീഷിൻ്റെ ഫോണിലോട്ട് ഒരു കോള് വരികയാണ്. അപ്പോൾ വക്കീൽ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. വക്കീൽ വിളിക്കുകയാണ്. ഹലോ സുധീഷ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതേ സുധീഷാണ് മാഡം, പറയൂ. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഞാൻ വക്കീൽ ഓഫീസിൽ നിന്നാണ്, നാളെ നിങ്ങളുടെ കേസ് ഫയൽ ചെയ്യണം. അപ്പോൾ രാവിലെ 10 മണിക്ക് നിങ്ങൾ രണ്ടുപേരും, അതായത് സുധീഷും നിധിയും കോടതിയിൽ ഹാജരാകണമെന്ന്. ഇത് കേട്ടതും നമ്മുടെ സുധീഷിന് എന്ത് പറയണമെന്നൊന്നും അറിയില്ല. നെഞ്ചിലൊരു കല്ല് വന്ന് വീണ കണക്കുള്ള ഒരു ഫീലിങ്സാണ്. കാരണം ഡൈവേഴ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ സുധീഷിൻ്റെ നെഞ്ചുരുകും പോലത്തെ ഒരു വേദന. കാരണം നിധിയെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ സുധീഷ്. അപ്പോൾ സുധീഷിന് അത്രയ്ക്ക് അങ്ങനെ നിധിയോട് അങ്ങനെ ഇടിച്ചു കയറി പറയാൻ പറ്റില്ലല്ലോ. നീ ഡൈവേഴ്സിന് പോകരുത്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അങ്ങനെ പറയാനായിട്ട് സുധീഷിന് അതിനുള്ള ഒരു മാനസികാവസ്ഥ ഇതുവരെ വന്നതുമില്ല. സുധീഷ് അങ്ങനെ ആ ഒരു പ്രണയം തുറന്ന് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. അപ്പോൾ വക്കീൽ ചോദിക്കുന്നുണ്ട്, രണ്ടുപേരും കൃത്യസമയത്ത് തന്നെ എത്തണം, അപ്പോൾ കോർട്ടിൽ അപ്ലൈ ചെയ്യണേ, നാളെ വരുമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, മാഡം എനിക്ക് ഈ ഡൈവേഴ്സിനോട് ഒട്ടും തന്നെ താല്പര്യമില്ല എന്ന് പറയും. താല്പര്യമില്ലെന്നോ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണേ? നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നല്ലേ കേസ് സൈൻ ചെയ്ത് ഫയല് തന്നത്, പിന്നെന്താണ് ഇപ്പോൾ ഒരു മനമാറ്റം? അത് നിധിക്ക് മാത്രമാണ് ഡൈവേഴ്സിനോട് താല്പര്യം. എനിക്ക് ഒരിക്കലും നിധിയെ വിട്ടൊരു ജീവിതം ആഗ്രഹം പോലും മനസ്സിലില്ല എന്നിങ്ങനെ നമ്മുടെ സുധീഷ് പറയണേ. ഇതൊക്കെ ഇപ്പോഴാണോ നിങ്ങൾ തീരുമാനിക്കുന്നത്? നിങ്ങൾ അതനുസരിച്ച് തീരുമാനം എടുത്തിട്ട് വേണ്ടേ വക്കീലിനെ വന്ന് കാണാനും കോടതിയിൽ കേസ് ഫയൽ ചെയ്യാനും ഒക്കെ എന്ന് നമ്മുടെ നമ്മുടെ വക്കീൽ പറയണം. ആകെ സുധീഷിനെ വല്ലാത്തൊരു വിഷമമാവേണം, എന്ത് ചെയ്യും? അപ്പോൾ നമ്മുടെ വക്കീൽ പറയണം, ഒരു കാര്യം ചെയ്യുമോ, നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവും ഒന്നുകൂടെ ഇരുന്ന് ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനം എന്നെ വിളിച്ച് പറയാൻ പറയുന്നുണ്ട്. എന്നിട്ട് കോള് കട്ട് ചെയ്യണം കേട്ടോ. സുധീഷിന് ആകെ പരിഭ്രമമായി, എന്ത് ചെയ്യും? ഇനിയിപ്പോൾ കോടതിയിൽ കേസിന് പോയി ഡൈവേഴ്സിന് ആവശ്യപ്പെട്ട് പെട്ടെന്ന് എന്നെ ഡൈവേഴ്സ് കിട്ടുകയാണെങ്കിൽ എന്നേക്കുമായിട്ട് എൻ്റെ നിധി എൻ്റെ അടുത്ത് നിന്ന് പോകില്ലേ? അങ്ങനെയൊക്കെ വല്ലാത്തൊരു ടെൻഷൻ, ഒരു നീറ്റിലുമായിട്ടാണ് നമ്മുടെ സുധീഷ് നടക്കുന്നത്. പക്ഷേ ഇതൊന്നും നിധി അറിയുന്നില്ല, കാരണം നിധിയെ കുറ്റപ്പെടുത്താനും പറ്റില്ല. ഒരിക്കലും ഇവരുടെ വിവാഹം അവർ സ്നേഹിക്കുകയോ അല്ലെങ്കിൽ അറേഞ്ച് മാരേജോ അങ്ങനത്തെ ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് നിധിയുടെ ഉള്ളിൽ അങ്ങനെയല്ല. പക്ഷേ നമ്മുടെ സുധീഷ് നിധിയെ ശരിക്കും പ്രണയിച്ചുകൊണ്ട് തന്നെയാണ് വിവാഹം കഴിക്കുന്നത്, അല്ലേ? ആദ്യം കണ്ട കാഴ്ചയിൽ തന്നെ സുധീഷിൻ്റെ മനസ്സിൽ ഇടം പിടിച്ച ആളാണ് നമ്മുടെ നിധി. അപ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് സുധീഷ് ഇങ്ങനെ എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ വന്നു കഴിഞ്ഞ് നിധിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സുധീഷും നിധിയും കൂടെ രാവിലെ തന്നെ കോടതിയിലൊക്കെ ചെല്ലുകയാണ്. അങ്ങനെ കോടതി ചെല്ലുന്നു. അപ്പോൾ കേസ് കോടതിയിൽ വിളിക്കുന്നു. അങ്ങനെ വിളിക്കുന്ന സമയത്ത് ആദ്യം നിധിയെയാണ് വിളിക്കുന്നത്. അപ്പോൾ നിധിയെ വിളിച്ച് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ നിങ്ങൾ എന്തുകൊണ്ടാണ് സുധീഷ് നിങ്ങളെ ഭർത്താവുമായിട്ട് ഇത്ര നാളല്ലേ വിവാഹം കഴിഞ്ഞിട്ടായിട്ടുള്ളൂ, വേർപിരിയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നിധി പറഞ്ഞു, പ്രത്യേകിച്ച് അങ്ങനെ കാരണമൊന്നുമില്ല. വക്കീൽ കുറേ കാര്യങ്ങളൊക്കെ രണ്ടുപേർക്കും രാവിലെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തായിരുന്നു. ഇന്ന ക്വസ്റ്റ്യനൊക്കെ കോടതിയിൽ ചോദിക്കും, ഉടനെ തന്നെയൊന്നും ഡൈവേഴ്സ് കിട്ടത്തില്ല, ചിലപ്പോൾ നിങ്ങളെ
നിങ്ങളെ കൗൺസിലിങ്ങിന് വിടും എന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വക്കീൽ ഇങ്ങനെ ചോദിച്ച കോടതിയിൽ ജഡ്ജി ഇങ്ങനെ ചോദിച്ച സമയത്ത് നിധിക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമില്ല എന്നത് മാത്രമേ നിധിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും കോടതി വിധിച്ചു അവരെ കൗൺസിലിങ്ങിനായിട്ട് വിടാനായിട്ട്. അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2 മാസം 3 മാസം ചിലപ്പോൾ 6 മാസം ചിലപ്പോൾ 1 കൊല്ലം വരെയൊക്കെ കൗൺസിലിംഗ് കൊടുക്കും. കാരണം എന്തെന്ന് വെച്ചാൽ കൗൺസിലിംഗ് കൊടുത്ത് ചിലപ്പോൾ ഇവരുടെ മനസ്സ് മാറി ഒത്തുതീർപ്പായി ചിലപ്പോൾ ഒരു ജീവിതം തുടങ്ങിയാലോ, അതിന് വേണ്ടിയിട്ടാണ് കോടതി അങ്ങനെ കൊടുക്കുന്നത്. കാരണം വിവാഹം കഴിഞ്ഞ് ഇത്ര മാസങ്ങളല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രായത്തിൽ തന്നെ അങ്ങനെ വിവാഹം വേർപെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഇതായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് കോടതി അങ്ങനെ ഒരു വിധി കൊടുക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പറയും, സുധീഷ് ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്ത് കഷ്ടമാണെന്ന് നോക്കണേ, നിധിക്ക് ഇപ്പോൾ ഇത്ര നിർബന്ധം എന്താ ഇങ്ങനെ കോടതിയിൽ വരണമെന്നും ഡൈവേഴ്സിന് അപ്ലൈ ചെയ്യണമെന്നും. സുധീഷിൻ്റെ മനസ്സ് ഒന്നും പിടിച്ചെടുത്ത് കിട്ടുന്നില്ല. സുധീഷിന് എന്താ ചിന്തിക്കണേന്ന് എന്തോ പറയണമെന്നൊന്നും അറിയില്ല. നിധി എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് നിധി പറയുമ്പോൾ നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം അവർ പോയി ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സുധീഷ് നിധിയോട് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അല്ല നിധി, ഇപ്പോൾ എന്തിനാ ഈ ഡൈവേഴ്സും കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ പോകേണ്ട കാര്യമുണ്ടോ? ചുമ്മാ കോടതി കയറി ഇറങ്ങാൻ എന്നല്ലാണ്ട് ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിക്കും. ഒരു നമ്പർ ഇട്ട് നോക്കിയതാണ്. അപ്പോൾ നിധി പറഞ്ഞു, സുധീഷ് എന്താ പറയണേ, സുധീഷിനൊരു ജീവിതം വേണ്ടേ, എന്നും ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ, സുധീഷും ഒരു കുടുംബം ഒക്കെ ആയിട്ട് കഴിയണ്ടേ എന്ന് പറയും. അപ്പം സുധീഷ് പറയും, അതെ, ഇനിയിപ്പോൾ നമ്മൾ ഡൈവേഴ്സ് ആയെന്ന് വെച്ചാൽ നമുക്ക് 2 പേർക്കും 2ാം വിവാഹം എന്ന ഒരു ലേബലിലേ നമ്മൾ അറിയപ്പെടുള്ളൂ എന്നിങ്ങനെ നമ്മുടെ സുധീഷ് പറയണം. നിധിക്കും അത് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഒരു നമ്പർ എറിഞ്ഞ് നോക്കേണ്ടതാണ് നമ്മുടെ സുധീഷ്. അപ്പോഴേക്കും നിധി പറഞ്ഞു, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, കല്യാണം വിവാഹം അതിനെക്കുറിച്ചൊന്നും ഞാൻ ആലോചിക്കുന്നില്ല, എനിക്ക് ഇനിയും പഠിക്കണം, പല പല പൊസിഷനിൽ എത്തണം സുധീഷ് എന്നൊക്കെ പറയാം. സുധീഷിന് പിന്നൊന്നും നിധിയോട് പറയാനായിട്ട് തോന്നിയില്ല. കാരണം എന്താ പറയണേ അല്ലേ, പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം നിധി തന്നെ മനസ്സിലാക്കാനോ തന്നെ അടുത്തറിയാനോ നിധി ഇന്ന് വരെ ശ്രമിച്ചിട്ടില്ല. നിധിയുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഇഷ്ടവും ഇല്ല. അതുകൊണ്ടായിരിക്കാം എന്നുള്ളത് സുധീഷ് സങ്കടത്തോടെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഹരീഷിനെയാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹരീഷ് ഇങ്ങനെ വർക്ക്ഷോപ്പിൽ തൂങ്ങി വലിഞ്ഞിരിക്കുകയാണ്. എത്ര ദിവസമായി നീതു ഒന്നും വന്നിട്ടില്ല, അവളൊന്നും വിളിക്കുന്നില്ല, അവളൊരു മെസ്സേജ് പോലും ഇല്ല. ഹരീഷിൻ്റെ മനസ്സിനെ വല്ലാണ്ട് ഉലയ്ക്കുന്നുണ്ട് നീതുവായിട്ടുള്ള. കാരണം ഹരീഷിൻ്റെ ഉള്ളിൽ നീതുവിൻ്റെ മുഖം അത്രയ്ക്ക് പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ അവസ്ഥ തന്നെയാണ് നീതുവിനും. ആകെ ഒരു ബുദ്ധിമുട്ട്, എപ്പോഴും ഫോണും നോക്കിയിരിക്കും, ഹരീഷ് എങ്ങാനും വിളിക്കുമോ. കാരണം നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം എന്നുള്ള രീതിയിലല്ലേ പറഞ്ഞിട്ട് അന്ന് പോയത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേർക്കും ഒരു മെസ്സേജൊക്കെ അയക്കാനോ വിളിക്കാനോ ഒരു പേടി. നീതുവിനും ഒരു ഭയമായിരുന്നു. കാരണം ഹരീഷ് എങ്ങാനും വിളിച്ചു കഴിഞ്ഞാൽ ദേഷ്യപ്പെടുകയോ വഴക്ക് പറയുകയോ ചെയ്യുമോ എന്നുള്ളൊരു പേടി കൊണ്ട് നീതു വിളിച്ചില്ല. നീതുവിന് ഊണുമില്ല, ഉറക്കമില്ലാണ്ട് ആകെ. ഹരീഷിനും അതുപോലെ തന്നെ എപ്പോഴും നീതുവിൻ്റെ ചിന്തകളൊക്കെ ആയിരുന്നു. ഒടുവിൽ ഹരീഷ് തീരുമാനിക്കുകയാണ് നീതുവിന് ഒരു മെസ്സേജ് അയക്കാമെന്ന്. അങ്ങനെ നമ്മുടെ ഹരീഷ് ഒരു മെസ്സേജ് അയക്കുകയാണ്, എന്തെടുക്കുക എന്ന് ചോദിച്ചുകൊണ്ട്. ഇത് കണ്ടത് നീതു പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനം ആയത്. അപ്പോഴേക്കും നീതു റിപ്ലൈ കൊടുക്കുകയാണ്, നീ എന്താ ഇത്രയും നാളും ഒരു മെസ്സേജ് പോലും ഇടാതിരുന്നത്, നിനക്ക് എന്നെ വേണ്ടായിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴേക്കും നമ്മുടെ നീതുവിൻ്റെ അമ്മ അങ്ങോട്ട് കയറി വന്നു. എപ്പം നോക്കിയാലും ഒരു ഫോണും എടുത്ത് കുത്തിക്കൊണ്ടിരിക്കില്ല അവൾക്ക്, ഒരു പണിയും ചെയ്യണ്ട. എടി തുണി അലക്കാൻ പറഞ്ഞിട്ട് എത്ര നേരെ. അപ്പം നീതു ഒന്ന് തുറിച്ച് നോക്കി. എന്നിട്ട് നീതു പറഞ്ഞു, അതെ ഞാൻ അലക്കിക്കോളാം, അമ്മ അതവിടെ വെച്ചേക്കെന്ന് പറഞ്ഞിട്ട് നീതു വീണ്ടും ഫോൺ എടുക്കുന്നുണ്ട്. എടി ഫോൺ മാറ്റി വന്ന് അലക്കടി എന്ന് പറഞ്ഞിട്ട് നീതുവിനെ തല്ലി അങ്ങോട്ട് വിടേണ്ട കേട്ടോ തുണി അലക്കാനായിട്ട്. അപ്പോൾ ഹരീഷിന് പിന്നെ റിപ്ലൈ ഒന്നും കൊടുക്കാൻ നീതുവിന് സാധിച്ചില്ല. അപ്പോൾ ഹരീഷിന് ഒരു സമാധാനമായി, നീതു റിപ്ലൈ തന്നല്ലോ എന്നുള്ളൊരിതിൽ. അങ്ങനെ അലക്കെല്ലാം കഴിഞ്ഞ് നീതു നേരെ വിടേണ് നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് ഹരീഷിൻ്റെ. കാരണം കിട്ടിയ അവസരം ഇത്രയും ദിവസം പിടിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു, സങ്കടമൊക്കെ സഹിച്ച് ഇങ്ങനെ നിന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ ചന്തു നോക്കിയപ്പോൾ കാണാം ദേ വരണം ആള്. അപ്പോൾ ചന്തു പറഞ്ഞു, ഹരീഷേട്ടാ ദേ ആളെത്തിയിട്ടുണ്ട്. അപ്പോൾ ചന്തുവൊക്കെ ഒരു ചിരിയൊക്കെ ചിരിച്ചു കേട്ടോ. അപ്പോഴേക്കും നീതു പതുക്കെ വന്ന് ഹരീഷിൻ്റെ അടുത്ത് ഇരുന്നു കേട്ടോ. അപ്പോൾ ഹരീഷ് ഒന്ന് നോക്കാനായിട്ട് ഹരീഷിന് ചെറിയൊരു ബുദ്ധിമുട്ടും ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. ഒടുവിൽ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കമൊക്കെ മാറ്റി സന്തോഷമായിട്ട് വീണ്ടും സംസാരിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ നമ്മുടെ ചന്തു പോയി നല്ല അടിപൊളി സ്ട്രോങ് ചായയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് 2 പേർക്കും കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ സുധീഷ് നമ്മുടെ നീതുവിനെ നമ്മുടെ സുധീഷ് നിധിയും കൊണ്ട് കോടതിയിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നിധീനെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് സുധീഷ് പുറത്തോട്ട് പോവുകയാണ്. കാരണം വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ സുധീഷിന് ഭ്രാന്ത് പിടിക്കും. നിധിക്ക് ഈ വക ടെൻഷനൊന്നും
അറിയത്തൊന്നുമില്ല, കാരണം നിധിയുടെ മനസ്സിലൊന്നും ഇല്ലാത്തത് കൊണ്ടാകാം. പക്ഷേ സുധീഷിന് വല്ലാത്ത ബുദ്ധിമുട്ടാണ്, വല്ലാത്ത ഉറക്കമില്ല, സമാധാനമില്ല. എന്തായി തീരും, നിധി എന്നേക്കുമായി തനിക്ക് നഷ്ടപ്പെടുമോ, അങ്ങനെ അങ്ങനെ നൂറ് ചോദ്യങ്ങളാണ് ഇങ്ങനെ നമ്മുടെ സുധീഷിൻ്റെ തലയിലൂടെ ഇങ്ങനെ ഓടുന്നത്. അങ്ങനെ സുധീഷ് പോയി ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുകയാണ്, നിധിയായിട്ടുള്ള ചില നിമിഷങ്ങളും അങ്ങനെയൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ സുധീഷിൻ്റെയും നിധിയുടെയും വിവാഹം നടന്ന സ്റ്റേഷനിൽ ആ പോലീസുകാരൻ അവിടെ നിൽക്കണേണ്ടത്. അയാളെ കണ്ടതും സുധീഷിൻ്റെ മനസ്സിൽ കുറേ നൂറ് ഐഡിയകളങ്ങ് വരെയാണ്. ചാടി ചെല്ലുകയാണ് അയാളുടെ അടുത്ത്. സാറേ, എന്നെ ഓർമ്മയുണ്ടോ? നീയോ, നിന്നെ മറക്കാനോ, നീ നമ്മുടെ ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് അയാൾ വലിയ രീതിയിൽ നമ്മുടെ സുധീഷുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയുണ്ടടാ വിശേഷം, നമ്മുടെ പെങ്കൊച്ച് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സുധീഷ് പറയും, അവൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു സാറേ, ഞാൻ പൊന്നു പോലെയല്ലേ അവളെ നോക്കണത്. പിന്നെ അവളുടെ അച്ഛൻ വന്ന് ഞങ്ങളെ രണ്ടുപേരും വീട്ടിലോട്ടൊക്കെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അയാളും അയാളുടെ മോനും കൂടെ ചേർന്നിട്ട് എന്നെ ഇട്ട് അവിടെ 8ൻ്റെ പണി തന്ന് എന്നെ കറക്കി കളഞ്ഞു സാറേ. എന്നെ കൊല്ലാൻ വരെ ശ്രമിച്ചു. അതായത് കുറേ പണം തന്നിട്ട് അത് ഏതോ ഒരു സ്ഥലത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവരുടെ തന്നെ ഗുണ്ടകളെ വെച്ച് എന്നെ പിടിച്ചുകൊണ്ട് പോയി കൊല്ലാനൊക്കെ ശ്രമിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായോ എന്ന് അയാൾ അന്താളിച്ച് ഇങ്ങനെ കേൾക്കാനുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ വെച്ചേക്കില്ല, അവൻ്റെ ഒക്കെ പേരിന് കേസ് എടുക്കേണ്ടായിരുന്നു, നീ ഒന്ന് വിളിക്കാത്ത എന്നടാ പയ്യൻസ് എന്നൊക്കെ പറഞ്ഞ് ആ പോലീസുകാരെ ഇങ്ങനെ സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ സുധീഷിൻ്റെ മുഖത്തിനൊരു തെളിച്ചില്ല. നിൻ്റെ മുഖത്തിനൊരു സന്തോഷമൊന്നും ഇല്ലല്ലോടാ, എന്താ നീ ഓക്കെ അല്ലേ എന്ന് ആ പോലീസ് ചോദിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല സാറേ, പക്ഷേ അപ്പം സുധീഷ് ആ മനസ്സിലുള്ള കാര്യം അങ്ങ് പറഞ്ഞു. അതായത് നിധിക്ക് ഡൈവേഴ്സ് വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. ഡൈവേഴ്സോ, നിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് 4 മാസം അല്ലേടെ ആയുള്ളൂ, പിന്നെ എന്താ അവൾ ഡൈവേഴ്സിന് വേണ്ടി ഇങ്ങനെ ഓടിച്ചാടി നടക്കണത്? നീ ആ കൊച്ചിനെ ഉപദ്രവിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോടാ, അതിനെ നീ ചൊവ്വുനിരപ്പിന് നോക്കുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ, ഞാൻ കഴിച്ചില്ലെങ്കിൽ അവളെ കഴിപ്പിക്കാണ്ട് ഞാൻ കിടത്തി ഉറക്കൂല, അങ്ങനെയാണ് ഞാൻ നോക്കണത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്താണെന്നറിയില്ല, അവൾക്ക് എന്നോടുള്ള ജീവിതം വേണ്ടെന്നാണ് പറയണത്. ഇനി അവളുടെ വീട്ടുകാരും മറ്റുമൊക്കെ പറഞ്ഞ് ഓതി കൊടുത്തിട്ടൊക്കെ ആണോയെന്ന് എനിക്കറിയില്ല. സാറ് ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? എന്തോ ആടെ അടുത്ത ഉപകാരം? അപ്പോൾ പറയും, സാറ് അവളെ ഒന്ന് വിളിച്ച് ഇങ്ങനെ സംസാരിക്കാമോ? അതായത് ഇങ്ങനെ ഡൈവേഴ്സിന് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതെന്തിനാണ്, നിങ്ങൾ തമ്മിൽ എന്താണ് ഇതൊരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കല്യാണമല്ലേ, അതിൻ്റേതായ ഉത്തരവാദിത്വം ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് സാറൊന്ന് അവളെ വരട്ടാവോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, അത് വേണോ? അപ്പോഴത്തേക്കും സുധീഷ് പറഞ്ഞു, വേണം, ഇപ്പം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ സാറേ എനിക്ക് അവളെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു കേട്ടോ. ഒടുവിൽ ആ പോലീസുകാരൻ നമ്മുടെ സുധീഷിൻ്റെ അനുസരിച്ച് നമ്പർ കൊടുത്ത് അത് നിധിയെ വിളിക്കുകയാണ്. അപ്പം നിധിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തി തന്ന പോലീസ് സ്റ്റേഷനിലെ പോലീസാണ് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് മനസ്സിലായി സാറേ എന്നൊക്കെ പറഞ്ഞ് നിധി സംസാരിക്കുകയാണ്. അതെ, നിങ്ങൾ കോടതിയിൽ എങ്ങാനും ഡൈവേഴ്സ് പെറ്റീഷന് മൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. നിധി പെട്ടെന്ന് ഞെട്ടിത്തെറിക്കുകയാണ്. കാരണം ഇതെങ്ങനെ ഈ സാറ് അറിഞ്ഞു? അത് പിന്നെ സാറേ കൊടുത്തായിരുന്നു എന്ന് നിധി ഇങ്ങനെ പറഞ്ഞു. എന്തേ നിന്നെ അവൻ മര്യാദയ്ക്ക് നോക്കുന്നില്ല, നിന്നെ തല്ലേ വല്ലതും ചെയ്യുന്നുണ്ടോയെന്നൊക്കെ അയാൾ ചോദിക്കണം. അയ്യോ അങ്ങനെയൊന്നുമില്ല, സുധീഷെ നോക്കുന്നുണ്ട് സാറേ, പിന്നെ എന്ത് പറ്റി, ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചൊരു ജീവിതം പറ്റൂല സാറേ, ഞങ്ങൾക്കത് അങ്ങനെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുട്ടിക്കളിയാണോ? ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു വിവാഹം നടത്തി ഉത്തരവാദിത്തത്തോടു കൂടി അന്ന് നീ എന്തായിരുന്നു, നിൻ്റെ വീട്ടുകാരും ചേട്ടനും ഒന്നും വേണ്ട, എന്നെ രക്ഷിക്കണേന്നും പറഞ്ഞ് വന്ന് ആ ചെറുക്കൻ്റെ ഇതിൽ വിവാഹവും കഴിച്ച് രജിസ്റ്റർ മാരേജും ചെയ്ത് പോയിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയണത് എന്തിനാണെന്ന് ചോദിച്ച് കുറേ പറയുകയാണ് കേട്ടോ. അവസാനം നിധിക്ക് ആകെ ബുദ്ധിമുട്ടായി. നിധി എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് നിധി ഇങ്ങനെ അന്താളിക്കുകയാണ്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് മാറ്റി സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കുക, ആ കേസൊക്കെ അങ്ങ് പിൻവലിച്ചേരെന്ന് പറഞ്ഞിട്ട് പോലീസ് വെക്കുകയാണ്. നിധിക്ക് ആകെ വെപ്രാളം. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇയാളെങ്ങനെ അറിഞ്ഞു എന്നതാണ് നിധിയുടെ ചിന്ത. ഇനി സുധീഷ് എങ്ങാനും ചെന്ന് ഇയാളെ കണ്ട് പറഞ്ഞതാണോ എന്നൊക്കെയുള്ള ചിന്തയായി. അപ്പോഴേക്കും വൈകിട്ടായപ്പോൾ നമ്മുടെ സുധീഷ് വന്നു കഴിഞ്ഞപ്പോൾ നിധി ഇങ്ങനെ പോലീസ് വിളിച്ച കാര്യമൊക്കെ പറയണം. അപ്പോൾ സുധീഷിനെ വിളിച്ചായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ സുധീഷ് പറഞ്ഞു, എന്നെ ആരും വിളിച്ചില്ല എന്ന് പറഞ്ഞു. അല്ല, എനിക്കൊരു സംശയമുണ്ട്, ഇനി സുധീഷ് എങ്ങാനും എന്നെ വിളിപ്പിച്ചതാണോ, പിന്നെ എനിക്കതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നിധി ചോദിക്കും, പിന്നെ ആരായിരിക്കും, ഇനി ആ വക്കീലെങ്ങാനും ആയിരിക്കുമോ? അപ്പോൾ സുധീഷ് പറഞ്ഞു, എനിക്കറിയില്ല നിധി എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ മേഡത്തെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. നിധി ഈ രാത്രി തന്നെ വിളിക്കാൻ പോയപ്പോൾ സുധീഷ് പറഞ്ഞു, അതെ ഈ രാത്രിയിലാണോ വിളിക്കണത്? അത് സാരമില്ല, അവരൊന്നും ഉറങ്ങിക്കാണില്ല എന്ന് പറഞ്ഞ് നിധി വക്കീലിനെ വിളിക്കുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, മാഡം ഇങ്ങനെ ഞങ്ങളുടെ ഡൈവേഴ്സിൻ്റെ കാര്യം ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ മറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കേട്ടോ നിധി. അപ്പോഴേക്കും വക്കീൽ ചോദിച്ചു, ഇയാൾക്ക് എന്താ പറ്റിയത്, അതാണോ എൻ്റെ പണി എന്ന് ചോദിച്ചിട്ട് വക്കീൽ ദേഷ്യപ്പെട്ടു. അപ്പോൾ നിധി എന്തോ പോലെ എന്നിട്ട് കോള് കട്ട് ചെയ്യണം.
അപ്പം നിധി വിചാരിച്ചു പിന്നെ ആരായിരിക്കും, ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ സാറിനെ തന്നെ ഒന്ന് വിളിച്ചു നോക്കാം, ആ പോലീസുകാരനെ. അപ്പോൾ സുധീഷിന് ആകെ വെപ്രാളായിപ്പോയി. ഇനിയിപ്പോൾ അയാളെ എങ്ങനെ വിളിച്ച് ഉള്ള സത്യമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ 8ൻ്റെ പണിയാവും. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, ഈ രാത്രിയിലൊക്കെയാണോ വിളിക്കുന്നത്, നാളെ എങ്ങാനും വിളിച്ചാൽ പോരെ? ഇല്ല, ആ സാറിനെ കണ്ട് ചോദിക്കണം എന്താ സംഭവം, ഇതാരാ ഇങ്ങനെ പറഞ്ഞത്, ഈ കാര്യങ്ങളൊക്കെ സാർ എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് ചോദിക്കണമെന്നും പറഞ്ഞിട്ട് നിധി ആ സാറിനെ വിളിച്ച നമ്പറിലോട്ട് തിരിച്ച് വിളിക്കണം. അപ്പോൾ അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് സാറിനെ നാളെ ഒന്ന് കാണണം, പുറത്ത് വെച്ചോ എവിടെയെങ്കിലും വെച്ച്. അപ്പം പറഞ്ഞു, ആയിക്കോട്ടെ കുട്ടി, ഞാൻ ഒരു കാര്യം ചെയ്യാം, സ്റ്റേഷനിലോട്ട് എന്നെ പോരെന്ന് പറയും. അപ്പോൾ ശരി നിധി, ശരി സാറേ എന്ന് പറഞ്ഞിട്ട് നിധി ഫോൺ വെക്കുകയാണ് കേട്ടോ. ഇതേ സമയം നിധി അവരെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അന്നേ ദിവസം അതെല്ലാം കഴിഞ്ഞ് അവർ കിടക്കാനായിട്ടൊക്കെ പോയി. നിധിയുടെ റൂമിലും പോയി കേട്ടോ. അപ്പോൾ എല്ലാവരും കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഏകദേശം മണി 10, 10:30, 11 മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും നല്ല ഉറക്കം പിടിച്ചു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് എഴുന്നേറ്റിട്ട് സുധീഷ് നാളെ നിധിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം സുധീഷ് പല പ്ലാനൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിധിക്ക് വേണ്ടിയിട്ട് കേക്ക് കട്ട് ചെയ്യലും പിന്നെ ഗിഫ്റ്റ് കൊടുക്കലും ഒക്കെ ഒരാളോട് പോലും നമ്മുടെ സുധീഷ് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ സുധീഷ് ഹോളൊക്കെ നല്ല നീറ്റാക്കി തുടച്ച് വൃത്തിയാക്കിയിട്ട് അവിടെ കുറേ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെക്കുകയാണ്. എന്നിട്ട് 2 കേക്ക് മേടിക്കും കേട്ടോ. ഒരെണ്ണം ഹാപ്പി ബർത്ത്ഡേ നിധി, പിന്നെ ഒരെണ്ണം കുറേ ലവിൻ്റെ പോലെയൊക്കെ ഇതുള്ളത്. ആ കേക്കൊക്കെ കണ്ടാൽ ഉറപ്പായിട്ട് നിധിക്ക് മനസ്സിലാവും സുധീഷിന് തന്നോട് എന്തോ ഒരു ലവിൻ്റെയൊക്കെ വെച്ച് വലിയ തരുന്നൊക്കെയാണ്. അപ്പോൾ അതെന്തെങ്കിലും ആണെന്നൊക്കെ കരുതുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് സുധീഷ് ഇതൊക്കെ ചെയ്തത്. എന്നിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത ശേഷം സുധീഷ് 11:45 11:30 കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുഭാഷ് ഏട്ടനെയും നികേഷിനെയും ഹരീഷിനെയൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഹരീഷ് ഉറക്കപ്പിച്ചില്ല, എന്താ സുധീഷ് ഏട്ടാ ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് വെച്ചെടുക്കുന്നുണ്ട്. എടാ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് നികേഷൊക്കെ എഴുന്നേറ്റു. അവർ നോക്കിയപ്പോൾ ഹാളിലൊക്കെ നല്ല ക്യാൻഡിലൊക്കെ വെച്ച് അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നു. അപ്പോഴാണ് സുധീഷ് പറയണത്, ഇന്ന് 12 മണിയാകുമ്പോൾ നിധിയുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ നിധിക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയാം. അപ്പോൾ സുഭാഷ് പറയും, നീ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോടാ, നിനക്കൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാലേ എന്നെക്കാട്ടിലും മുമ്പേ സുഭാഷ് ഏട്ടൻ ഗോൾ അടിച്ച് കളയില്ലേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഹരീഷ് പറഞ്ഞു, ഇനിയും കുറച്ച് നേരം കൂടെ ഉണ്ടല്ലോ, 12 മണിയാവുമ്പോൾ ഞാൻ കിടന്നോട്ടേ എന്ന് ചോദിക്കും. അപ്പോൾ പറഞ്ഞു, ഒന്ന് എഴുന്നേറ്റ് നിൽക്കടാന്ന് പറഞ്ഞ് എല്ലാത്തിൻ്റെ ചടുപിടിയെന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തുകയാണ്. അപ്പോഴേക്കും 12 മണിയാകാൻ പോവാട്ടോ. ആ സമയം സുധീഷ് പറഞ്ഞു, 12 മണിയാകാൻ പോയി. അപ്പം നികേഷ് പറഞ്ഞു, ഞാൻ പോയി നിധിയേട്ടത്തെ വിളിച്ചുകൊണ്ട് വരട്ടെ, പോടാ എൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ അല്ലേ, ഞാൻ പോയി വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് ഒരു ബൊക്കെയൊക്കെ ആയിട്ട് നിധിയുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ ചെല്ലുകയാണ്. എൻ്റെ ഡോറിൽ മുട്ടുകയാണ്, നിധി. അപ്പോഴേക്കും നിധി പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ സമയം 12 മണിയാകാൻ പോവാം. ഇതെന്താ ഈ സമയത്ത് സുധീഷ് എന്നുള്ള ചിന്തയോടുകൂടി നിധി വരെയാണ്. നിധി വന്ന് ഡോറ് തുറന്ന് നോക്കുമ്പോഴേക്കും സുധീഷ് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അടിപൊളി ബൊക്കെയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ നിധിക്ക് ആകെ ഒരു അമ്പരപ്പായിപ്പോയി. അപ്പോഴേക്കും നിധി ഹോളിലോട്ട് നോക്കിയപ്പോഴത്തേക്കാണ് സുഭാഷ് ഏട്ടനും നികേഷും ഹരീഷും ഒക്കെ അടിപൊളി അറേഞ്ച്മെൻ്റൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നിധിക്ക് വല്ലാത്തൊരു സന്തോഷമായി, കാരണം തൻ്റെ വീട്ടിലല്ലാണ്ട് ആദ്യമായിട്ട് ഇവിടെ വന്നതിന് ശേഷമുള്ള ഒരു ബർത്ത്ഡേ ആണ്. അപ്പം അതിങ്ങനെ എല്ലാവരും ഓർത്ത് വെച്ചൊക്കെ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല. സത്യം പറഞ്ഞാൽ സുധീഷാണ് ബർത്ത്ഡേ ഓർത്തതും സുധീഷിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെയാണിത്. അപ്പോഴേക്കും നിധി ഹാളിലോട്ട് വന്നു കേട്ടോ. നിധി നോക്കിയപ്പം കേക്കും ഒരുപാട് അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നികേഷ് പറയുന്നുണ്ട്, അതെ ഇതെല്ലാം നമ്മുടെ സുധീഷ് ഏട്ടൻ്റെ അറേഞ്ച്മെൻ്റ് ആട്ടോ, സുധീഷ് ഏട്ടൻ എല്ലാം അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്തതാണെന്ന് പറയും. അപ്പം നിധിക്ക് ഭയങ്കര സന്തോഷവും നിധി അതിൻ്റെ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ സുധീഷ് നല്ല അടിപൊളിയായിട്ട് എന്തോ ഒരു സർപ്രൈസ് ഗിഫ്റ്റും കൂടെ നമ്മുടെ നിധിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല അടിപൊളി ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത ആഴ്ചയിൽ നല്ല അടിപൊളി വിശേഷങ്ങളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കാത്തു തന്നെ ഇരിക്കാം. എനിക്ക് ആകെയുള്ളൊരു ടെൻഷൻ ഇനിയിപ്പോൾ നമ്മുടെ ഡൈവോഴ്സും കാര്യങ്ങളൊക്കെ എന്തായി തീരും എന്നുള്ളതാണ്. സുധീഷിനെ വിട്ട് നമ്മുടെ നിധി പോകുമോ? ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല അല്ലേ. നിധിയുടെ ഒപ്പം സുധീഷും വേണം, സുധീഷിൻ്റെ ഒപ്പം നമ്മുടെ നിധിയും വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി ഓരോ ദിവസത്തെയും പ്രൊമോ തിങ്കൾ മുതൽ വെള്ളി വരെയും ഞാൻ ഓരോ ദിവസത്തെ പ്രൊമോയും അതാത് ദിവസങ്ങളിൽ തലേ ദിവസങ്ങളിൽ നാളത്തെ പ്രൊമോ തലേ ദിവസം രാത്രി 8:30 തന്നെ
സുമി മുഫാസ് മൺസിലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തരണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവർ വിവാഹിതരാകുന്ന എന്ന പരമ്പര 11:30 നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇന്ന് പ്രൊമോ വൈകിയത് കൊണ്ട് കൃത്യം 2:30 ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാറ്റത്തെ കിളിക്കൂട് എല്ലാ ദിവസവും രാത്രി 8:30 നിങ്ങളുടെ സ്വന്തം സുമി മുഫാസ് മൺസിലിൽ എത്തുന്നതാണ്. എല്ലാവരും നല്ലപോലെ സ്കിപ്പ് അടിക്കാണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോഴേക്കും ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.